Wheaton's bridge is an electrical circuit that is consisting of four resistors P, Q, R and S. P, Q, R and S. There is a galvanometer that is connected between B and D. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഐ ജി ഈസ് ഈക്വൽ ടു സീറോ. ദെൻ ദർ ഈസ് എ കറണ്ട് ഐ വിച്ച് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു I1 ആൻഡ് I2 അറ്റ് ദ ജംഗ്ഷൻ എ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ കറണ്ട് I1 ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. Then I1 passes through the resistors P and Q. I2 passes through the resistors R and S. C എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ചിട്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാലൻസ്ഡ് ആവുള്ള കണ്ടീഷനാണ് നമ്മളിനി ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് എ ബി ഡി എ കൺസിഡർ ചെയ്യാണ്. ഇവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മൾ എടുക്കണ ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്. സോ I1 എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനും I2 എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I1 നെഗറ്റീവും I2 പോസിറ്റീവായിരിക്കും. സോ നമുക്ക് എഴുതാം മൈനസ് I1 ഇൻറ്റു പി പ്ലസ് I2 ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് I1 പി ഈസ് ഈക്വൽ ടു I2 ആർ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ദെൻ സെക്കൻഡ് ലൂപ്പ് ബി സി ഡി ബി. ഇവിടെ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാണ്. സോ I1 എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനാണ് ഈ ഒരു ഭാഗത്ത്. സോ ഇത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് I1 ഇൻറ്റു ക്യൂ പ്ലസ് I2 ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് I1 ക്യൂ ഈസ് ഈക്വൽ ടു I2 എസ്. ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ I1 P ഡിവൈഡഡ് ബൈ I1 Q ഈസ് ഈക്വൽ ടു I2 R ഡിവൈഡഡ് ബൈ I2 S. I1 ഉം I1 ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ I2 ഉം I2 ഉം ക്യാൻസൽ ചെയ്യാം. P ബൈ Q ഈസ് ഈക്വൽ ടു R ബൈ S. ഇതാണ് ഈ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ. ദാറ്റ് ഈസ് P ബൈ Q എന്ന് പറയുന്നത് ഈക്വൽ ടു R ബൈ S ആയിരിക്കണം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ് ഓഫ് ദ ബ്രിഡ്ജ്. ഇപ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അൺനോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വിചാരിച്ചിട്ട് പിയും ക്യൂവും ആറൊക്കെ നമുക്ക് നോൺ ആണെങ്കിൽ എസ് അൺനോൺ ആയ പോലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ I2 എസ്. I1 ഉം I1 ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ I2 ഉം I2 ഉം ക്യാൻസൽ ചെയ്യാം. P ബൈ Q ഈസ് ഈക്വൽ ടു R ബൈ എസ്. ഇതാണ് ഈ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ. ദാറ്റ് ഈസ് P ബൈ Q എന്ന് പറയുന്നത് ഈക്വൽ ടു R ബൈ എസ് ആയിരിക്കണം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ് ഓഫ് ദ ബ്രിഡ്ജ്. ഇപ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അൺനോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇക്വേഷൻ വിചാരിച്ചിട്ട് പിയും ക്യൂവും ആറൊക്കെ നമുക്ക് നോൺ ആണെങ്കിൽ എസ് അൺനോൺ ആയ പോലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കിർച്ചോഫ് ലോസ്. രണ്ട് തരത്തിലാണ് കിർച്ചോഫ് ലോസ് ഉള്ളത്. ഒന്ന് കിർച്ചോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറയും. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് കിർച്ചോഫ് കറണ്ട് ലോ. It is stated that at any electric network, the algebraic sum of current meeting at a junction is 0. ഇതിന് നമ്മൾ പോയിന്റ് ലോ എന്നും പറയാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് മീറ്റ് ചെയ്യണതെന്ന് പറയുന്നത് അതിൻ്റെ ഓൾജിബ്രൈക് സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ പറയണത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു 5 കണ്ടക്ടേഴ്സ് ഉണ്ട്. കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണ്. O എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവർ മീറ്റ് ചെയ്യണത്. നമ്മൾ വരണ കറണ്ട് അല്ലെങ്കിൽ ഇൻകമിങ് കറണ്ട്സിനെ നമ്മൾ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ട്സിനെ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യണത്. സോ ഇവിടെ ഇൻകമിങ് കറണ്ട്സ് എന്ന് പറയുന്നത് എന്താ? I1 എന്ന് പറയുന്നത് ഇൻകമിങ് ആണ്. ദെൻ I4 ഇൻകമിങ് ആണ്. ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് I5, I2, I3 ഇതൊക്കെ ഔട്ട് ഗോയിങ് കറണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ വി ക്യാൻ റൈറ്റ് I1 മൈനസ് I1 എന്ന് പറയുന്നത് ഇൻകമിങ് കറണ്ട് ആണ്. I2 ഈസ് ദ ഔട്ട് ഗോയിങ് കറണ്ട്. സോ നെഗറ്റീവ്. I1 minus I2 minus I3 plus I4 plus I5 is equal to 0. That is equal to I1 plus I4 plus I5 equal to I2 plus I3. ഈ ഒരു കണ്ടക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈനലൈസ് ചെയ്യാം? അതായത് ഇൻകമിങ് കറണ്ട്സ് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ്
വേറൊരു രീതിയിൽ ഏതാണെങ്കിൽ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 0 അറ്റ് എനി ജംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് കിർഷോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കിർഷോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. കിർഷോഫ് വോൾട്ടേജ് ലോ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the sum of the product of current and resistance in each of the conductor in any closed path in a network plus the algebraic sum of the EMFs in that closed path is 0. നമ്മളൊരു നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാണ്, അതിലേതെങ്കിലും ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തു. ഈ ക്ലോസ്ഡ് പാത്തിലെ EMFൻ്റെയും ആ ക്ലോസ്ഡ് പാത്തിലുള്ള EMF പ്ലസ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയണത്. ഇത് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സമ്മേഷൻ IR പ്ലസ് സമ്മേഷൻ EMF ഈസ് ഈക്വൽ ടു 0. ഒരു ക്ലോസ്ഡ് പാത്തിലെ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലസ് EMF ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ് സെക്കൻഡ് ലോ പറയണത്. ഇതെന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. സോ ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സർക്യൂട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതൊരു നെറ്റ്വർക്കാണ്. 5 റെസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഈ നെറ്റ്വർക്ക് മേഡപ്പ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് R1, R2, R3, R4. E എന്ന് പറയുന്നത് EMF ഓഫ് ദ സെല്ലാണ്. R ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ നമ്മളിവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ ഈ ഒരു നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യാണ്. സോ അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ടു ദ ക്ലോസ്ഡ് പാത്ത് A, B, F, A, A, B, F, A. ഈ ഒരു ക്ലോസ്ഡ് പാത്തിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ഇങ്ങനെയാണ് എൻ്റെ ലൂപ്പ് പോണത്. ദാറ്റ് ഈസ് -I1 R1 പ്ലസ് I3 R3 പ്ലസ് I-I1 ഇൻറ്റു R2 ഈസ് ഈക്വൽ ടു 0. ഇവിടെ EMF ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ EMF ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ ഈ I1 എന്തുകൊണ്ട് മൈനസ് വന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് നമ്മൾ ലൂപ്പിൻ്റെ ഡയറക്ഷൻ എടുക്കണത് ആ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് പോണത് ലൂപ്പ് എടുക്കണ ആ ഡയറക്ഷനിലേക്ക് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ -I1 എന്ന് കൊടുത്തത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യാണ് AFDEA. ദാറ്റ് ഈസ് AFDEA. ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ -I-I1 ഇൻറ്റു R2 -I-I1 -I3 ഇൻറ്റു R5, അതായത് ഇവിടുത്തെ -I ഇൻറ്റു ഇവിടുത്തെ ഇത് കൂടെ പോണ കറണ്ട് എന്ന് പറയുന്നത് I, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് R, ദാറ്റ് ഈസ് I ഇൻറ്റു R പ്ലസ് EMF ഉണ്ട് E ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ദ ആവറേജ് വെലോസിറ്റി acquired by an electron under the applied electric field is called drift velocity. അതായത് ഞാനിവിടെ ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ടറിൽ 2 എൻഡ്സിലായിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് ആക്സലറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിലെ ആറ്റംസ് ആയിട്ട് ഒരു കൊളീഷനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ, അതായത് ഇലക്ട്രോൺസിൻ്റെ ആക്സലറേഷൻ കുറയണം. അങ്ങനെ ഈ കൊളീഷനും ഈ ആക്സലറേഷൻ കുറയലും അവരുടെ മോഷനിൽ ത്രൂ ഔട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇലക്ട്രോൺസ് ഒക്കെ ഒരു ആവറേജ് വെലോസിറ്റി, കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ആവറേജ് വെലോസിറ്റിനെ അല്ലെങ്കിൽ ഈ കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പ്രഷനാണ് പറയുന്നത്, എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. V എന്ന് പറയുന്നതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ. E എന്ന് പറയുന്നത് എന്താ, അതായത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അതിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് E എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഓരോ ഇലക്ട്രോണിനും, ഫ്രീ ഇലക്ട്രോണിനും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് കൂളം ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു -E ഇൻറ്റു E. എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് MA എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് MA ഈസ് ഈക്വൽ ടു -E ഇൻറ്റു E. A ഈസ് ഈക്വൽ ടു -EE ഡിവൈഡഡ് ബൈ M. A എന്ന് പറയുന്നത് എന്താ, ആക്സലറേഷൻ ആണ്, അതായത് ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ആക്സലറേഷൻ ആണ് A എന്ന് പറയുന്നത്. ഈ ആക്സലറേഷൻ കാരണം ഓരോ ഫ്രീ ഇലക്ട്രോൺസിനും ഒരു അഡീഷണൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ഉണ്ടാകുന്ന അഡീഷണൽ വെലോസിറ്റി ആണ് v1 ഈസ് ഈക്വൽ ടു u1 പ്ലസ് എ ടോ 1. ഇതിൽ u1 എന്ന് പറയുന്നത് തെർമൽ വെലോസിറ്റി, ടോ 1 എന്ന് പറയുന്നതാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിത്ത് ആറ്റംസ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ദ നെറ്റ് വെലോസിറ്റി ആറ്റംസ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ദ നെറ്റ് വെലോസിറ്റി ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് v2ന് u2 പ്ലസ് എ ടോ 2 എന്ന് എഴുതാൻ പറ്റും, v3ക്ക് u3 പ്ലസ് എ ടോ 3. അതുപോലെ nth ഇലക്ട്രോൺ എന്ന് പറയുന്നത് vnന് u1 പ്ലസ് എ ടോ n എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ്. അപ്പോൾ വി ആവറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് u1 പ്ലസ് എ ടോ 1 പ്ലസ് u2 പ്ലസ് എ ടോ 2 പ്ലസ് എക്സിട്ര പ്ലസ് un പ്ലസ് എ ടോ n ഡിവൈഡഡ് ബൈ n. ഇനി ഞാൻ ഈ u1 u2 അതിനൊക്കെ ഒരുമിച്ചതാണ്. ദാറ്റ് ഈസ് u1 പ്ലസ് u2 പ്ലസ് u3 പ്ലസ് എക്സിട്ര പ്ലസ് un ഡിവൈഡഡ് ബൈ n പ്ലസ് എ ഇൻറ്റു ടോ 1 പ്ലസ് ടോ 2 പ്ലസ് എക്സിട്ര പ്ലസ് ടോ n ഡിവൈഡഡ് ബൈ n. ഈ തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ എ ഇൻറ്റു ഈ ടോ 1 പ്ലസ് ടോ 2 പ്ലസ് എക്സിട്ര പ്ലസ് ടോ n ബൈ n നമുക്ക് ടോ എന്ന് എഴുതാനായിട്ട് പറ്റും. That is Vd is equal to A into tau. Then എയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. Vd is equal to മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ.